ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PJ's On. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും പാരന്റ്സിനും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ അത് എങ്ങനെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യാമെന്ന് കാണിക്കുന്നത്. ഇതിനു വേണ്ടി തലേന്ന് രാത്രി മുതൽ സ്കൂളിൽ പോകുന്നവരെ നിങ്ങളെ സഹായിക്കുന്ന ടിപ്സും ട്രിക്സും ഇന്നത്തെ വീഡിയോയിലുണ്ട്. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്യണം. എൻ്റെ കേസിൽ ഞാൻ അപ്പുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ തലേന്ന് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ രാവിലെയാണ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ അപ്പുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ തലേദിവസം തന്നെ ചെയ്തു വെക്കും. അപ്പുവിൻ്റെ ചെയ്യേണ്ട ഓർക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി വെക്കും, ടിക്കിട്ട് പോവും. അപ്പോൾ എനിക്ക് അടുത്ത ദിവസം ഓരോ ദിവസവും അത് എളുപ്പമായിരിക്കും ചെയ്യാൻ, അങ്ങനെ വിട്ടുപോകത്തുമില്ല. ഇതിൽ ആദ്യത്തെ കാര്യം പെൻസിൽ, എറൈസർ, ബോക്സ് ആണ്. അപ്പുവിന് പെൻസിലിൽ ഷാർപ്നർ കൊടുത്ത് വിടാറില്ല. കാരണം LKG പഠിക്കുമ്പോൾ ആള് ഇത്രയും വലിയ പെൻസിൽ ഇത്രയാക്കിയിട്ട് കുഞ്ഞാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം നമ്മൾ പകരം 2 or 3 പെൻസിൽ കൊടുത്തു വിടും, ഒടിഞ്ഞു പോയാലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാമല്ലോ, അത് കൊടുത്തു വിടും. ഷാർപ്നർ കൊടുത്തു വിടത്തില്ല. അപ്പം തലേ ദിവസം ഏതെങ്കിലും പെൻസിലൊക്കെ ഒടിഞ്ഞിരിക്കുവാണെങ്കിൽ അതൊക്കെ ഷാർപ്പ് ചെയ്ത് സെറ്റാക്കി വെക്കും. അപ്പം ആദ്യത്തെ പെൻസിൽ ബോക്സിൻ്റെ കാര്യം. ഈ സമയം നോക്കുമ്പോഴത്തേന് പെൻസിലിൽ ഒടിഞ്ഞതോ അല്ലെങ്കിൽ അധികം ഷാർപ്പ് അല്ലാതിരിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷാർപ്പാക്കിയെടുക്കും. അപ്പം പെൻസിൽ മോനെയൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. തിരിച്ചു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ഉറപ്പ് വരുത്തും, സ്കെയിലും റബ്ബറും കൂടെ ഉറപ്പില്ലേ ഉണ്ടല്ലോ എന്നൊന്ന് ഉറപ്പ് വരുത്തും. അങ്ങനെ അതും കൂടെ വെച്ചു. ബോക്സിൻ്റെ കാര്യം സെറ്റ്. അങ്ങനെ നമ്മുടെ ടു ഡു ലിസ്റ്റിലെ ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ തീർത്തു. പെൻസിൽ, എറൈസർ, ബോക്സ്. അപ്പം ഞാൻ അതങ്ങ് ടിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ചെക്ക് അപ്ഡേറ്റ് ഓൺ ഡയറി ഓർ വാട്സാപ്പ്. അപ്പം വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്, നമ്മുടെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് പിള്ളേരുടെ ക്ലാസ് ബേസ് ചെയ്ത്. അപ്പം അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് വരും. ചില ബുക്ക് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇന്നത് കൊണ്ടുവരണ്ടെന്നോ ഒക്കെ അപ്ഡേറ്റ്സ് വരും. ഇപ്പോൾ ഒരു സമയം 8:15 ആയിട്ടുണ്ട്. ചിലപ്പോൾ 9 o'clock ഒക്കെ ആവും. ചിലപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഇപ്പോൾ 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് കിടക്കും. ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനായിരിക്കും അത് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രാവിലെ ആയിരിക്കും അറിയാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് നാളത്തേക്ക് വിടാം. അടുത്തത് നോക്കാം. ഇനി അടുത്തുള്ളത് നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഡയറി. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അത് ആദ്യമേ അങ്ങ് നോക്കും, എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അത് ആദ്യമേ അങ്ങ് ചെക്ക് ചെയ്ത് വെക്കും. പ്രത്യേകിച്ച് നാളത്തേക്കൊന്നും ഇല്ല. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ബാക്കിയുള്ളത് എടുത്തു വെക്കും. ഇനി ഹോംവർക്ക് ഉള്ളതും കൂടി ഒന്ന് ഉറപ്പ് വരുത്തും. ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, അതും കൂടി ഉറപ്പ് വരുത്തിയിട്ട് അടച്ചേക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ഡയറിയും കൂടെ വെച്ചാൽ സംഭവം സെറ്റ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ബാഗിലേക്ക് വെക്കാം. ഡയറി ഫ്രണ്ടിൽ വെച്ചേക്കും, നോട്ട് ബുക്സ് അതിൻ്റെ കൂട്ടത്തിൽ ബോക്സും കൂടെ വെച്ചേക്കും. നോട്ട് ബുക്സ് വെക്കുന്നത്, ടെക്സ്റ്റ്, അങ്ങനെ ബാക്ക് പാക്കിങ് കഴിഞ്ഞു, സെറ്റ്. ഇത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഡയറി, സ്കൂൾ ബാഗും. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. അതങ്ങ് നമുക്ക് ടിക്ക് ചെയ്തേക്കാം. ഇനി കിടക്കുന്നതിന് മുന്നേ 4 കുഞ്ഞു കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് യൂണിഫോം, ഷർട്ടും അതിൻ്റെ ട്രൗസറും അതെടുത്ത് വെക്കുക. പിന്നെ ബെൽറ്റ് ആൻഡ് സോക്സ്, പിന്നെ ഹാൻഡ് കർച്ചീഫും ടിഫിൻ ടവലും കൂടി എടുത്ത് വെക്കുക. കൂട്ടത്തിൽ ലാസ്റ്റ് ഓൺ ഷൂ പോളിഷും കൂടി ചെയ്ത് വെക്കുക. അയൺ ചെയ്ത യൂണിഫോം ഹാങ്ങറിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ബെൽറ്റും സോക്സും പിന്നെ ടിഫിൻ ടവലും ഹാൻഡ് കർച്ചീഫും കൂടി വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ യൂണിഫോമിൻ്റെ ബെൽറ്റും സോക്സും ഹാൻഡ് കർച്ചീഫും ടിഫിൻ ടവലും കഴിഞ്ഞു. അതും കൂടെ അങ്ങ് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കാം. ഇനിയുള്ളത് ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ ഉള്ളത് ഷൂ പോളിഷ് ചെയ്യാൻ. അതും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഷൂ പോളിഷ് കഴിഞ്ഞു. അപ്പോൾ ചെക്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് അതും കൂടെ അങ്ങ് ചെയ്തേക്കാം. ടു ഡു ലിസ്റ്റിൽ 12 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 7 എണ്ണം രാത്രി ചെയ്തു, ബാക്കി 5 എണ്ണം രാവിലെ ചെയ്യാം. രാത്രി 9 മണിക്ക് കിടന്നുറങ്ങുന്നത് കാരണം ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കും. അപ്പോൾ അങ്ങനെ എണ്ണിക്കാൻ മടിയുള്ള കൂട്ടത്തിലല്ല, 1-2 വിളിയിൽ തന്നെ ആശാൻ എണ്ണിച്ചോളും. എന്നിട്ടുടനെ ഞങ്ങൾ ബെഡ് സെറ്റാക്കും. അതിനുശേഷം അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ പോകും. രാവിലെ ഒരു കുഞ്ഞു മോർണിംഗ് വാക്കിന് പോകുന്ന പതിവ് ഞങ്ങൾക്കുണ്ട്. ഇന്നാണെങ്കിൽ നല്ല മഴ. മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നടക്കാൻ പോകും. ഈ നടക്കുന്ന നടപ്പിൽ സ്കൂളിലെയും ക്ലാസ്സിലെയും ടീച്ചർമാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ വിശേഷം ഞാൻ ചോദിച്ചറിയാൻ നോക്കും. പിന്നെ സ്കൂളിൽ പോയപ്പോൾ വീട്ടിൽ നടന്ന വിശേഷങ്ങൾ ഞാൻ തിരിച്ചു പറയുകയും ചെയ്യും. അത് പിന്നെ കമ്മ്യൂണിക്കേഷൻ 2 way തന്നെ ആവണമല്ലോ. വന്നതിന് പുറകെ കുളിക്കുക, പല്ല് തേക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്യും. കുളിച്ച ഡ്രസ്സൊക്കെ മാറി സെറ്റ്. കുളിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച നഖം ഇച്ചിരി വളർന്നിട്ടുണ്ട്. അപ്പം ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് വെട്ടാറ്. അപ്പം നമ്മൾ നഖം കൂടി ഒന്ന് വെട്ടിയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം.
ഞങ്ങളിവിടെ ജനലിൻ്റെ അടുത്ത് വന്ന കേട്ടോ, റൂമിൻ്റെ ജനലിൻ്റെ അവിടെ വന്ന് കാണുന്നത്, അല്ല നഖം വെട്ടുന്നത്. കാരണം ഇവിടെ ഒരു വലിയ മരമുണ്ട്, അത് കാണാൻ നല്ല പോസിറ്റീവാണ്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ അടുത്തുകൂടിയാണ് നേരത്തെ നിങ്ങൾ കണ്ട മോർണിംഗ് വാക്ക്. ഫുഡിൻ്റെ കാര്യം തലേ ദിവസം അമ്മയായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അത് ഉറപ്പിക്കും അടുത്ത ദിവസം എന്ത് വേണം വെക്കാനെന്ന്. പിന്നെ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ സമയം ഞാൻ അപ്പൂസിനെ എല്ലാം ഒരുക്കുന്നതും പിടിക്കുന്നതും എനിക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. തലേ ദിവസം പറഞ്ഞ പോലെ അമ്മ സ്പെഷ്യൽ ഇടിയിറച്ചിയാണ് കിച്ചണിൽ റെഡിയാകുന്നത്. ഇത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഇന്ന് അപ്പവും ബീഫ് കറിയാണ്. അപ്പൂസ് തന്നെ കഴിച്ചോളും. ചില ദിവസങ്ങളിൽ പാരി തരാൻ പറയും. ഇന്നിപ്പോൾ തന്നെ കഴിച്ചോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അപ്പൂൻ്റെ ലഞ്ച് സീരീസിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ടിഫിൻ പാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പു ടാബിലായിരിക്കും, ഏതെങ്കിലും ഒരു ലേണിംഗ് ആപ്പിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അമ്മയുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. എല്ലാം പാത്രത്തിലാക്കി ടിഫിൻ ബാഗിലേക്ക് ഓരോന്നായി എടുത്തു വെക്കുന്നു. ആലപ്പുഴയിൽ ഇപ്പോൾ ബേർഡ് ഫ്ലൂ ഉള്ളത് കാരണം സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് 2 കുപ്പി വെള്ളം കൊടുത്തു വിടാനാണ്. അതുകൊണ്ടാണ് 2 കുപ്പി വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫുഡ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് അപ്പുവിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. യൂണിഫോം ഇട്ടതിന് ശേഷം ബെൽറ്റ്, ഹാൻഡ് കർച്ചിഫ്, ബാഗിൽ വെച്ചിരിക്കുന്ന ID ടാഗ് എടുത്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലിസ്റ്റ് നോക്കി ചെയ്തത് ഉറപ്പുവരുത്തും. ടു ഡേ ലിസ്റ്റ് നമ്മളിപ്പം ഡയറി ചെക്ക് ചെയ്തു, വാട്സാപ്പ് അത് ചെയ്തു, ID ടാഗ് ഇട്ടു, ഫുഡ് പ്ലാനിങ് നമ്മൾ ഇന്നലെ ചെയ്തു, ലഞ്ച് പാക്കിങ് കഴിഞ്ഞു, 2 ബോട്ടിൽ വെക്കണം, അതും വെച്ചു. അപ്പം ഡൺ എല്ലാം കഴിഞ്ഞു. ഇപ്പം സമയം 8:48 ആയിട്ടുള്ളൂ. നമുക്ക് പതുക്കെ ഇറങ്ങാം. വീടിനടുത്ത് തന്നെയാണ് അപ്പുവിന്റെ സ്കൂള്. ഹാർഡ്ലി ഒരു 5 മിനിറ്റ്സ് ജേർണി. അപ്പം കൊണ്ടുപോയാക്കാം. 9:10 ക്ലാസ് തുടങ്ങുന്നത്. നമ്മൾ 9 o'clock ആയപ്പോൾ തന്നെ അവിടെ എത്തി. ഓട്ടോയും സ്കൂൾ ബസ്സും ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പുവിനെ ക്ലാസ്സിലും ഇരുത്തി ഞാനും പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പുവിനെ കൊണ്ടാക്കിയിട്ട് വന്നു. കണ്ടില്ലേ, ഡെയിലി റൊട്ടീൻ ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്പർ 1, സ്റ്റാർട്ട് ഏർലി. നിങ്ങൾ കണ്ട പോലെ തലേന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സംഭവങ്ങളെല്ലാം പ്രിപ്പറേഷൻ സ്മൂത്ത് ആവും. നമ്പർ 2, സ്റ്റിക്ക് ടു സ്കെഡ്യൂൾ. എല്ലാത്തിനും ഒരു സമയം വെക്കുക. ഉറങ്ങുന്നതിന്, എണ്ണിക്കുന്നതിന്, ബ്രഷ് ചെയ്യുന്നത്, കുളിക്കുന്നത്, പാക്ക് ചെയ്യുന്നത്, ഇതിനെല്ലാം ഒരു ഫിക്സ്ഡ് സമയം വെക്കുക. മൂന്നാമത്തത് സ്ലീപ്പ് ഏർലി. നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുള്ള പോലെ ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്. ആ പോളിസി ഇവിടെ പ്രാവർത്തികമാക്കണം. ഇതിനു വേണ്ടി ഡേ ടൈം നാപ്പ് ഒഴിവാക്കുക. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അപ്പം കിടത്തി ഓർക്കാതെ രാത്രി നേരത്തെ കിടത്തി ഓർക്കാൻ നോക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഹോംവർക്ക് ഒക്കെ എഴുതി കഴിയുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവരായിട്ട് ഒന്ന് ഇച്ചിരി കളിക്കാൻ നോക്കുക. അപ്പോൾ അത് ഒരു ക്ഷീണവും, നേരത്തെ കിടക്കാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ജങ്ക് ഫുഡോ സ്വീറ്റ്സോ ഒന്നും രാത്രി കൊടുക്കാതിരിക്കുക. അതും ഹെൽപ്പ് ചെയ്യും ഉറങ്ങാൻ വേണ്ടി. പിന്നെ മൂന്നാമത്തെ കാര്യം 8 മണി കഴിഞ്ഞിട്ട് സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക. പകരം ബുക്ക് വായിച്ചു കൊടുക്കുക. അതും ഹെൽപ്ഫുൾ ആയിരിക്കും. നാലാമത്തെ കാര്യം അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. കുട്ടികൾ ഒരുങ്ങുന്ന സമയത്ത് TV, മൊബൈൽ എന്നിവ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. ആ സമയം ശ്രദ്ധയും പോവും, സമയവും പോവും. അഞ്ചാമത്തെ കാര്യം സെറ്റ് എ കാം ടോൺ. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള വെപ്രാളം അത് പിള്ളേരിലേക്ക് കാണിക്കാതിരിക്കുക. ഇപ്പം സ്കൂൾ ബസ് വരാറായി, പെട്ടെന്ന് പോവാം എന്ന് പറയുന്നതിന് പകരം സ്കൂൾ ബസ് വരാറായിട്ടുണ്ട്, നമുക്ക് പോവാം എന്ന് പറയാം. അപ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അവർക്കും കൊണ്ടുവരാൻ പറ്റുക, അല്ലെ ഫീല്. ആറാമത്തെ കാര്യം റിവാർഡ് പോസിറ്റീവ് ബിഹേവിയർ. ഇപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഒരുങ്ങാൻ നേരം നിന്ന് തരിക, പാക്ക് ചെയ്യാൻ നേരം ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു നല്ല വേർഡ്സ് പറയുക കുട്ടികളുടെ അടുത്ത്. യു ഡിഡ് എ ഗുഡ് ജോബ് അങ്ങനെ പറയുക. ഒരു ഹഗ് കൊടുക്കുക. അപ്പം ഒരു പോസിറ്റീവ് റിവാർഡ് പോലെ എന്തെങ്കിലും ഒന്ന് ഇച്ചിരി നേരം ടാബ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം പിന്നെയും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. ഏഴാമത്തെ കാര്യം ഹാവ് എ ബാക്കപ്പ് പ്ലാൻ. ഇപ്പം എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ 2 വീലറിലാണ് മോനെ കൊണ്ടാക്കുന്നത്. അപ്പം നല്ല ഹെവി റെയിനൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. റെയിൻ കോട്ടും ഇട്ട് ഭയങ്കര മെനക്കേടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓട്ടോച്ചേട്ടനെ ഞാൻ വിളിക്കാറ്. അപ്പം അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കുക. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം ഭയങ്കര കൺജസ്റ്റഡ് റോഡും ട്രാഫിക്കും കൂടുതലൊക്കെ ആണെങ്കിൽ ഒരു സബ് റോഡ് കരുതി വെക്കുക പോകാൻ വേണ്ടി. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. എട്ടാമത്തെ കാര്യം ഡെലിക്കേറ്റ് ടാസ്ക്. എല്ലാ കാര്യങ്ങളും കൂടെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാതെ ഇൻക്ലൂഡ് എവ്രി വൺ. ഇപ്പോൾ പാർട്ട്ണറിനെ ആവാം, അല്ലെങ്കിൽ കുഞ്ഞിനെ ആവാം. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കൂടിയായിരിക്കും. ഇത്രയുമാണ് മോർണിംഗ് റൊട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും. നിങ്ങൾക്കും ഇതേപോലത്തെ ടിപ്സോ ഐഡിയാസോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എനിക്കും ബാക്കിയുള്ള വായിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല പുതുമയുള്ള വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി.